സർ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വിജയിയെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഷൗക്കത്ത് നിലമ്പൂരിൽ സ്ഥാനമുറപ്പിച്ചു. നമ്മളല്ലേ ഏറെ പ്രതീക്ഷയോടെ അതിന് ശേഷം തീർച്ചയായും LDF സർക്കാരിൻ്റെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. MV ഗോവിന്ദനൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രതികരണമായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അല്ല, മുഖ്യന് പ്രതികരിക്കാൻ അല്പം വൈകുമെന്നല്ല, അത് വേണ്ടാന്ന് തന്നെ കരുതിക്കൊണ്ടാണ്. അതോ ഇറാനിലേക്ക് അങ്ങനെ പോയോ? അതെ, കാരണം ഇറാനും ട്രംപിനെ പറ്റിയൊക്കെ പറയാൻ വിഷയങ്ങൾ വേറെ നിൽക്കുമ്പോൾ നിലമ്പൂർ ഒരു നിസ്സാരപ്പെട്ട കാര്യമല്ലേ. ഭരണമാകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഇത് തുടർഭരണത്തിനുള്ള സാധ്യത നഷ്ടപ്പെട്ടോ എന്ന് പിണറായി മനസ്സിലാക്കുന്നു. കാരണം ആര്യാടൻ ഷൗക്കത്ത് നേടിയ ഭൂരിപക്ഷം 11,000, അൻവർ നേടിയ വോട്ട് 20,000. അപ്പോൾ ഇത് ഇത്രയും തന്നെ ഈ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷവും അൻവർ നേടിയ വോട്ടും ഭരണവിരുദ്ധ വികാരമായിട്ട് വിലയിരുത്താൻ കഴിയും. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഇനി വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കും എന്ന് പിണറായി വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പിണറായി ഈ തോൽവിയൊക്കെ മുമ്പേ കണ്ടിരുന്നു എന്നുള്ളതാണ്. ഇത് ഒരു ചാണക്യനല്ലേ. എന്തു പറഞ്ഞാലും രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നന്നായിട്ടും മെനയും. അത് എത്തിക്കേണ്ടിടത്ത് എത്തിക്കുകയും ചെയ്യും. ഒരു 15 വർഷക്കാലം പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് ഇരുന്നു. ആ സമയത്ത് പാർട്ടിയെ മുഴുവൻ തൻ്റെ കാൽ ചുവട്ടിലെത്തിച്ചു. പിന്നെ അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഭരണത്തിലേക്ക്, അതും 10 വർഷത്തോളം അടുക്കുന്നു. മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ പോലും പാർട്ടിയുടെ സെക്രട്ടറി എന്നുള്ള രീതിയിൽ തന്നെയാണ് പിണറായി നിന്നത്. അവിടെ പലരും മാറി മാറി വന്നു. കോടിയേരിയും വിജയരാഘവനും MV ഗോവിന്ദനും ഒക്കെ വന്നു. പക്ഷേ പിണറായിയുടെ വാക്കുകളാണ് അവിടെ അവരിലൂടെ പുറത്തു വന്നത്. അല്ലാതെ അവരുടേതായ തീരുമാനങ്ങളിൽ ഒന്നും തന്നെ വന്നിട്ടില്ല. മുൻകാലങ്ങളിലൊക്കെ മുഖ്യമന്ത്രിമാർ CPM-ൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ വരുന്ന സമയത്ത് പാർട്ടി സെക്രട്ടറി ശക്തമായ നിരീക്ഷണം തന്നെ നടത്തുമെന്നുള്ളതാണ്. ശക്തമായ തരത്തിൽ EK നായനാരൊക്കെ ഭരിക്കുന്ന സമയത്ത് നായനാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ പാർട്ടി AKG സെൻറ്ററിൽ നിന്ന് തീരുമാനിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പിണറായി തന്നെയാണ് മുഖ്യമന്ത്രിയും AKG സെൻറ്ററും പാർട്ടി സെക്രട്ടറിയും എല്ലാം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പിണറായി വിജയന് ഇനി എങ്ങനെ നീങ്ങണം എന്നുള്ളതും വ്യക്തമായ ധാരണയുണ്ട്. ഇനിയിപ്പോൾ നോക്കിക്കോ, ഹൈന്ദവ വോട്ടുകൾ ഏത് തരത്തിൽ സമാഹരിക്കാൻ കഴിയുമെന്നുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇപ്പം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മുസ്ലിം വിഭാഗത്തിനും ഹൈന്ദവർക്കും ഏതാണ്ട് ഒരുപോലെ തന്നെ പ്രാധാന്യം. മുസ്ലിം വിഭാഗത്തിനാണ് അല്പം കൂടുതലായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും സ്വാധീനമുള്ള മണ്ഡലമാണ്, ഒരേപോലെ സ്വാധീനമുള്ള മണ്ഡലമാണ് നിലമ്പൂര്. അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകൾ ഉള്ളതാണ്. ക്രൈസ്തവ വിഭാഗം എന്ന് പറയുന്നത് ഒരു 12%, 15% മാത്രമാണ്. അപ്പോൾ BJPയുടെ വോട്ട് കണ്ടില്ലേ, വളരെ കുറഞ്ഞു. മുൻവർഷത്തെ വോട്ടിനേക്കാൾ ഒരു 50-100 വോട്ട് മാത്രമാണ് കൂടിയിട്ടുള്ളത്. BJPയുടെ കേരളത്തിലെ പ്രവർത്തന രീതി വെച്ച് നോക്കുമ്പോൾ ഈ വോട്ടല്ല വരേണ്ടത്, കുറേ കൂടി മുമ്പോട്ട് പോകണം. അത്രയും മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ കേരളത്തിൽ BJP പടർന്ന് പന്തലിക്കുന്നു എന്ന് മനസ്സിലാകുകയുള്ളൂ മറ്റു മണ്ഡലങ്ങളിലുള്ളവർക്കും. ഇതിപ്പോൾ എന്താ, കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയൊരു ആവേശം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർ തൽക്കാലം അവരുടെ ഉള്ളിലുള്ള ഗ്രൂപ്പ് പോരുകളെല്ലാം മാറ്റിവെക്കും. അത് മാറ്റിവെക്കും. മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയുള്ള വേഷം കെട്ടി നിൽപ്പും അവസാനിപ്പിക്കും. ഇതിനിടയ്ക്ക് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട് സതീശനിസം ഇല്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഈ നിലമ്പൂർ വിജയം അതിൻ്റെ ക്രെഡിറ്റ് ഫുള്ളായിട്ട് സതീശൻ എടുക്കരുത്, അതിനു വേണ്ടിയാണ്. പക്ഷേ സതീശൻ്റെ മേൽ ഇനിയിപ്പോൾ നോക്കിക്കോ, പാർട്ടിക്കകത്തൊരു ചോദ്യം ഉയരും. അൻവറിനെ UDF-ലേക്ക് പ്രവേശിപ്പിക്കാതിരുന്നതിൻ്റെ പേരിൽ. പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇതിലും എത്രയോ ഇരട്ടി
വോട്ടുകൾക്ക് വിജയിച്ചേന് ഒരു ഇരട്ടി വോട്ടുകൾക്കിനേക്കാളും അപ്പുറം ഒരു പക്ഷേ അൻവറിനെ ചേർക്കാതിരുന്നതല്ല UDF ഒരു വിജയം. കാരണം ഒറ്റയ്ക്ക് പോരാടി പിണറായിസം എന്താണ്, അല്ലെങ്കിൽ LDF സർക്കാർ ജനങ്ങൾക്കുള്ള വിരോധം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഈ പറഞ്ഞോണം ഷൗക്കത്തിനെ അവിടെ വിജയിപ്പിച്ച UDF പൂർണ്ണ വിജയം തന്നെയാണ്. അത് ഈ പറഞ്ഞോണം അൻവറിനോ മറ്റൊരു പാർട്ടി ഈ പറഞ്ഞോണമുള്ള ഒരു സംഘടനയ്ക്കോ കൈമാറാൻ പറ്റുക, സാംസ്കാരിക നായകന്മാർക്കുൾപ്പെടെ കൈമാറാൻ പറ്റാത്ത തരത്തിൽ UDF മാത്രമായിട്ടുള്ള ഒരു വിജയമായി മാറി. ഒരു പക്ഷേ അൻവറിനെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നു എങ്കിൽ ഈ വോട്ടുകൾ CPM വോട്ടുകൾ മറിച്ച് അൻവർ UDF കൊടുത്തു എന്നുള്ളൊരു വാദം അവിടെ വന്നേനെ. ഒരു പക്ഷേ അൻവറിനെ ഉൾപ്പെടുത്താതെ VD സതീശൻ്റെ ആ ഒരു നിലപാടിനല്ലേ കൈ കൊടുക്കേണ്ടത്? അല്ല, അൻവറിനെ ഇവർ കൂടുതൽ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കാതിരുന്നത് അൻവറിൻ്റെ ഒരു ബാർഗെയിനിങ് സ്വഭാവമാണ്. അൻവർ LDF നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഉടനെ പിന്നീട് പാലക്കാട്ടും ചേലക്കരയിലും ഒക്കെ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അവിടെ താൻ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കൂ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ VS ജോയിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു UDF എന്നൊക്കെ പറയാൻ. അല്ല, ജോയി മുൻപന്തിയിലുണ്ടായിരുന്നു. ജോയിക്ക് ഇതൊന്നും ബാധിക്കുന്ന വിഷയമല്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രചാരണമാണ് ഏറ്റവും അധികം എടുത്തു പറയേണ്ടതെന്ന്. ചാണ്ടി ഉമ്മൻ, VS ജോയി ഇവരൊക്കെ നടത്തിയ ഒരു ഒന്നുമില്ലാത്ത ഒരു നിഷ്കളങ്കമായിട്ടുള്ള പ്രചരണം എന്ന് തന്നെ പറയാം. യാതൊന്നും മുന്നിൽ കാണാതെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവർ സ്വമേധയെ ഇറങ്ങിയ ചിരിച്ചുകൊണ്ട് VS ജോയി ഇപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടിയോടൊപ്പം തന്നെ നിലനിൽക്കുകയായിരുന്നു ചെയ്തത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അടുത്തതിന് ഇതിനും വലിയൊരു സ്ഥാനം, ഇതൊരു 7 മാസത്തെ ഇതല്ല ഉള്ളൂ, വലിയൊരു സ്ഥാനം കൊടുക്കും. ഇതൊക്കെ ഒരു പക്ഷേ പറഞ്ഞ് ആ ഒരു UDF പറഞ്ഞ് അത് നേരായ രീതിയിൽ കൊണ്ടുവരുന്നേ അൻവർ UDF ഭാഗത്ത് നിന്നേനെ. പക്ഷേ ഇതിലെവിടെയൊക്കെയോ ഒരു മിസ്മാച്ചിങ് ഉണ്ടായി, അൻവറിൻ്റെ വഴിക്ക് പോയി എന്നുള്ളത്. പക്ഷേ VS ജോയി ഇപ്പോഴും UDF തന്നെയുണ്ട്. അല്ല, VS ജോയി എന്ന് പറയുന്നത് അൻവറുമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ്. അൻവറിന് വേറെ ചില നീക്കമായിരുന്നു ഉണ്ടായിരുന്നത്. അതെ, അൻവറിന്റെ നീക്കം UDF സാധിച്ചു കൊടുക്കത്തില്ല. VS ജോയിയെ അവിടെ അൻവർ താപ്പാന് കളിച്ച് അവിടെ ഇവിടെ നിൽക്കുന്ന ഒരാളിനെ UDF അത് താങ്ങേണ്ട കാര്യമില്ലല്ലോ. കോൺഗ്രസ് പാർട്ടിക്ക് അത് പിണറായി സർക്കാർ താങ്ങിയാൽ മതി, കോൺഗ്രസ് പാർട്ടിക്ക് താങ്ങേണ്ട കാര്യമില്ല. VS ജോയിയെ അവിടെ ഇറക്കിയിട്ട് 2026 VS ജോയിയെ അനുനയപ്പെടുത്തി അവിടെ അൻവർ നിൽക്കുക എന്നുള്ളതായിരുന്നു അൻവറിന്റെ നീക്കം. പക്ഷേ ഇനിയും അൻവറിന് നിലമ്പൂർ മണ്ഡലത്തിൽ ബാർഗെയിനിങ് സൗകര്യം ഉണ്ട്. അല്ല, അൻവറിന് ഇനിയിപ്പോൾ എന്തായാലും നിലമ്പൂർ മണ്ഡലം കിട്ടുക, അത് ആര്യാടൻ്റെ കോട്ടയായിട്ട് മാറിയിരിക്കുന്നത്. അതിനി ആ ഒരു ആര്യാടൻ കോട്ട തകർക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് UDF ഉള്ളിടത്തോളം, ആര്യാടൻ നിൽക്കുന്നിടത്തോളം കാലം അത് മാറ്റുമെന്നും തോന്നുന്നില്ല. പക്ഷേ അൻവറിന് മറ്റൊരു സാധ്യതയുണ്ട്. UDF മര്യാദയുടെ ഭാഷയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ കോൺഗ്രസ് മറ്റൊരു സ്ഥാനം നൽകും അദ്ദേഹത്തിന്. അത് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഇപ്പം അദ്ദേഹം തന്നെ ഇന്നലെ മെനിങ്ങാന്നുമായിട്ടുള്ള പ്രസ്താവനയിൽ പറയുന്നു, എനിക്ക് മറ്റൊരു ഇടം തന്നാൽ മതി, എനിക്ക് സതീശനോട് വ്യക്തിവൈരാഗ്യമില്ല എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ തുറന്നു പറഞ്ഞു. അദ്ദേഹം വോട്ട് നേടി, അത് അദ്ദേഹത്തിൻ്റെ വോട്ട് തന്നെയാണ്. അദ്ദേഹം ജനങ്ങളിലേക്ക് എടുത്ത പ്രചരണ രീതി വ്യത്യസ്തമായിരുന്നു. LDF പിണറായി ഇറാനും ഇസ്രായേലും പറഞ്ഞപ്പോൾ അൻവർ ഇറങ്ങിയ പ്രചരണ രീതി എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്ക്, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന വേദന, അത് കൃത്യമായിട്ട് അൻവറിനെ അറിയാം. അത് ഒരു ആയുധമാക്കിയാണ് അൻവർ നടത്തിയ പ്രചരണം. ഒരു പക്ഷേ നിലമ്പൂർ മാത്രമല്ല, അൻവറിൻ്റെ ആ ഒരു നിലപാട്, ആ നിലപാടിനെ കൈയടിക്കാനും നമ്മൾ ആ ഒരു നിലപാട് കേരള ജനത മുഴുവനായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം അൻവർ എന്താണെന്നുള്ള കേരളത്തിലുള്ള മറ്റുള്ളവർക്കറിയാം. അതുകൊണ്ട് തന്നെ അൻവർ മറ്റെവിടെ നിന്നാലും ഒരുപക്ഷെ അൻവറിന് ഒരു വിജയം ഉണ്ടായിരിക്കും. കാരണം അൻവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു പൊതു ഭാഷ്യമുണ്ട്. അല്ല, അൻവറിനെ ഇനിയിപ്പോൾ UDF ചേർത്ത് നിർത്തും. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പിണറായി വിരുദ്ധ തരംഗ വോട്ടുകൾ ഇത്രത്തോളം സമാഹരിക്കാൻ കഴിഞ്ഞു. ഇനി അത് കൂടുതലായിട്ട് ചേർത്ത് നിർത്തി കഴിയുമ്പോൾ കേരളം ഒട്ടുക്കും ആ ഒരു വികാരം കൊണ്ടുവരാനായിട്ട് കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മൗനം എന്തെന്ന് ചോദിച്ചാൽ ഈ മൗനം തുടരുമെന്നുള്ളതാണ്. അദ്ദേഹം വിഷണനുമാണ്. കാരണം ഭാവി പരിപാടികൾ പലതും തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്കകത്തും പിണറായിക്കെതിരെ പടയൊരുക്കം നടക്കുന്നുണ്ട്. പിണറായി ഇത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ സ്വരാജ് തോക്കണം എന്ന് തന്നെയാണ് പിണറായിയും ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു.